ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം. ഒരുപാട് ദേവാലയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിപ്പം കൊണ്ടും വാസ്തുവിദ്യ കൊണ്ടും ലോകത്തെ അതിശയിപ്പിച്ച ദേവാലയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ദേവാലയത്തിലെ ആഡംബരത്തെയും സജ്ജീകരണങ്ങളെയും നോക്കിയിരിക്കാറാണോ പതിവ്? ദൈവത്തിന്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കാനുമാണ് നാം ദേവാലയത്തിൽ പോയിരിക്കേണ്ടത്. മലമുകളിലെ ദൈവിക സാന്നിധ്യത്തെപ്പറ്റി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മളും മലമുകളിലെ പള്ളികളിലേക്ക് തീർത്ഥാടനമൊക്കെ നടത്തുന്നവരാണ്. എന്നാൽ ആകാശത്തിലെ ഒരു പള്ളിയെപ്പറ്റി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പള്ളിയുണ്ട്. എത്യോപ്യയിലെ ടിഗ്ര മേഖലയിലെ ഹൗസൻ വോർഡയിൽ സ്ഥിതി ചെയ്യുന്ന അബുന യമദ ഗുഹ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആകാശ ദേവാലയം. ശരിക്കും ആകാശത്തല്ല, ആകാശം മുട്ടെ ഉയരത്തിലുള്ള ഒരു മലയിലാണ് ഈ ദേവാലയം. 5-ാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം പണിതതെന്നു കരുതപ്പെടുന്നു. ഇതിന്റെ വാസ്തുവിദ്യ, താഴികക്കുടം, ചരിത്രം, ചുമർ ചിത്രങ്ങൾ, ദേവാലയത്തിന്റെ സ്ഥാനം എന്നിവയെല്ലാം ഇതിനെ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ആരാധനാലയങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. 2580 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ലോക പ്രശസ്തി നേടിയതാണ്. ചിലർ പറയുന്നത് സ്വർഗീയ ആത്മാക്കളോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ് ഇത് ഇത്രയും ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. മറ്റു ചിലർ അവകാശപ്പെടുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു സങ്കേതമായിട്ടാണ്. കാരണം എന്തുതന്നെ ആയാലും 1500 വർഷത്തിലേറെയായി അബുന യമാദ ഗുഹ് എല്ലാ കാലത്തെയും അതിശയിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ്. കുത്തനെയുള്ള വലിയൊരു പർവ്വതം, പാറയിടുക്കുകൾക്കുള്ളിൽ അതിസാഹസികമായി അള്ളിപ്പിടിച്ചു വേണം മല കയറി ദേവാലയത്തിലെത്തുവാൻ. വളരെ അപകടകരമായ ഒരു യാത്രയാണ് ഈ ദേവാലയത്തിലേക്കുള്ളതെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയം സന്ദർശിക്കുവാൻ വരുന്നത്. കുഞ്ഞുങ്ങളെ ചുമലിലേറ്റി മാതാപിതാക്കളും പ്രായമായവരും കുട്ടികളും ശുശ്രൂഷകൾക്കായി ഈ ദേവാലയത്തിലേക്ക് വരാറുണ്ട്. ദൈർഘ്യമേറിയ മലകയറ്റം ത്യാഗപൂർവം ഏറ്റെടുത്താണ് ഓരോ വിശ്വാസികളും ഇവിടേക്ക് വരുന്നത്. വടക്കൻ എത്യോപ്യയിലെ ടൈഗ്രേ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിന്റെ രൂപകൽപ്പന നടത്തിയത് എത്യോപ്യയിലെ വിശുദ്ധരിൽ ഒരാളായ ഫാദർ യമറ്റാണ് എന്നാണ് പാരമ്പര്യം. ചുവരിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് വെളിച്ചമെത്തുന്നത് ദേവാലയത്തിൽ സീലിംഗ് വർക്കുകളുടെയും ചുമർ ചിത്രങ്ങളുടെയും മനോഹാരിത ദൃശ്യമാക്കുന്നു. അബുന യമാദ ഗുഹിന്റെ ഏറ്റവും വിലയേറിയ വസ്തുക്കളിൽ ഒന്നാണ് ആട്ടിൻതോൽ ബൈബിൾ. അതുപോലെ 9 വിശുദ്ധന്മാരെയും 12 അപ്പസ്തോലന്മാരെയും പ്രമേയമാക്കിയുള്ള ചിത്രങ്ങളും ഐക്കണുകളും. ഇതൊക്കെ ഈ ദേവാലയത്തിന്റെ മറ്റു കലാസൃഷ്ടികളാണ്. പള്ളിയിൽ 20 പുരോഹിതന്മാരുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മുഖ്യ പുരോഹിതനുണ്ട്. 47 വർഷമായി അദ്ദേഹം അവിടെ സേവനം ചെയ്യുകയാണ്. അവിടെ വരുന്ന സന്ദർശകരെ സ്വീകരിക്കുന്നതും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നതും ഈ വലിയ പുരോഹിതനാണ്. കുത്തനെയുള്ള ഈ മല കയറി ദേവാലയത്തിലെത്തുവാൻ 2 മണിക്കൂർ സമയമെടുക്കും. കാലുകൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് വിശ്വാസികൾ മല ചവിട്ടുന്നത്. കയറുന്നതിനിടയിൽ പേടി തോന്നിയാലോ മറ്റു ബുദ്ധിമുട്ടുകൾ തോന്നിയാലോ വിശ്വാസികൾ പിന്തിരിയാതിരിക്കാൻ മല കയറേണ്ട ശരിയായ രീതി അവർക്ക് കാണിച്ചു കൊടുക്കും. മല കയറി മുകളിലെത്തിയാൽ ദേവാലയത്തിലേക്ക് കയറാനുള്ള വഴി വളരെ ഭയാനകമാണ്. അവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ മരണഭയം തോന്നുമെങ്കിലും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുന്നുവെന്നാണ് സന്ദർശകർ പറയുന്നത്. ഓരോ ദേവാലയ സന്ദർശനവും നമ്മെ ദൈവിക അനുഭൂതിയിലേക്ക് നയിക്കട്ടെ. ദൈവത്തിൽ ഒന്നായി തീർന്ന് സ്വർഗത്തെ ആസ്വദിക്കാൻ നമുക്കും അതിയായി ആഗ്രഹിക്കാം.